നമസ്കാരം, എല്ലാവർക്കും ശ്രീ വെങ്കടേശ്വര ആസ്ട്രോ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ 2025 ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് സഞ്ചരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ആർക്കൊക്കെ ഏതൊക്കെ രാശിക്കാർക്കാണ് കണ്ടകശനി എന്നുള്ളത് നമുക്ക് നോക്കാം. മിഥുനക്കൂറ് മകീരത്തിൻ്റെ അവസാന 30 നാഴികയും തിരുവാതിരയും പുണർദത്തിൻ്റെ 3/4 ഭാഗവും ചേരുന്ന നക്ഷത്രങ്ങൾക്കും, അതേപോലെ തന്നെ കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ അവസാന 3/4 ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതിയും ചേരുന്ന നക്ഷത്രങ്ങൾക്കും, ധനുക്കൂറ് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ 1/4 ഭാഗവും ചേരുന്ന ആളുകൾക്കാണ് പൊതുവെ നമ്മൾക്ക് ഇവിടെ വന്നിട്ട് കണ്ടകശനി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 2.5 വർഷം വരെയൊക്കെ ശനി ദോഷമുള്ള ഒരു കാലഘട്ടമാണ്. ശനി കൂറിൻ്റെ അല്ലെങ്കിൽ രാശിയുടെ കണ്ടകം എന്ന വാക്കിന് ശത്രു അല്ലെങ്കിൽ മുള്ള് തുടങ്ങിയ അർത്ഥങ്ങളുണ്ട് എന്ന് പറയുന്നു. അതെല്ലാം തന്നെ ഒട്ടൊക്കെ ചേരും. കണ്ടകശനിയെയും അതിൻ്റെ ഫലങ്ങളെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരവരുടെ ജന്മരാശി അഥവാ കൂറിൻ്റെ 4, 7, 10 എന്നീ രാശികളിൽ അഥവാ ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന 2.5 വർഷക്കാലമാണ് കണ്ടകശനിക്കായിട്ട് പറയാറ്. കണ്ടകം എന്ന വാക്കിന് കേന്ദ്രഭാവങ്ങൾ അഥവാ ജന്മരാശി മുതൽ എണ്ണിയാൽ വരുന്ന 4, 7, 10 എന്നീ ഭാവങ്ങളും അർത്ഥമുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ തന്നെ ഇവരുടെ പൊതുവെ പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു 2025 മാർച്ച് മാസം ഒടുവിലെ ശനി മാറ്റം മൂലം കണ്ടകശനി ആരംഭിക്കുന്നത് ജന്മരാശി വരുന്ന മീനക്കൂറുകാർക്കും, ശനി 4-ൽ സഞ്ചരിക്കുന്ന ധനുക്കൂറുകാർക്കും, ശനി 7-ൽ സഞ്ചരിക്കുന്ന കന്നിക്കൂറുകാർക്കും, ശനി 10-ൽ സഞ്ചരിക്കുന്ന മിഥുനക്കൂർ. കണ്ടകശനി ഫസ്റ്റ് ധനുക്കൂറുകാർക്ക് പറയാം. ധനുക്കൂറുകാരുടെ 4-ാം രാശിയായ മീനം രാശിയിലാണ് ശനി സഞ്ചരിക്കുന്നത്. 4-ാം രാശി വൈകാരികമായ പ്രാധാന്യമുള്ളതാണ്. അമ്മ, അമ്മാവൻ, ഭാഗ്നേയർ, ബന്ധുക്കൾ, വീട്, വാഹനം, വസ്തു, ഇരിപ്പിടം, സുഹൃത്തുക്കൾ, കുടുംബക്ഷേത്രം, തറവാട് എന്നിവയെല്ലാം 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നു. ഇവയെ സംബന്ധിച്ച പലതരം പരാതികളും ക്ലേശങ്ങളും കഷ്ടനഷ്ടങ്ങളും എന്നിവയെല്ലാം നിങ്ങൾക്ക് വരാനുള്ള സാധ്യതകൾ ഈ കണ്ടകശനി കാലഘട്ടങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അമ്മയോടോ അല്ലെങ്കിൽ അമ്മാവന്മാരോടോ ഭാഗ്നേയർമാരോടോ ബന്ധുക്കളോടോ സംസാരിക്കുമ്പോൾ വാക്കുകൾ മൂലം കലഹങ്ങൾ വരുവാനുള്ള സാധ്യതകളും അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുവാനുള്ള സാധ്യതകൾ കൂടി കാണുന്നു. വീട് വയ്ക്കുന്നതിനും വളരെ അനുകൂലമായൊരു സമയമാണ്. വാഹനങ്ങൾ വാങ്ങുവാൻ പാടില്ല. വസ്തു ക്രയവിക്രയം ചെയ്യുന്നതിനും വളരെ നല്ലതാണ്. ഇരിപ്പിടം എന്ന് പറയുന്ന സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെടും എന്നാണ് പറയുക. സുഹൃത്തുക്കളിൽ നിന്നും ഉണ്ടാകുന്ന ചതി വഞ്ചനകളുണ്ടാകും. കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുകേണ്ടതാണ്. യഥാശക്തി വഴിപാടുകളും ചെയ്യുക, തറവാടിനെ പരിപാലിക്കുക എന്നിവ ചെയ്യുന്നതും വളരെ ഗുണം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ക്ലേശങ്ങളും നഷ്ടങ്ങളും എന്നിവയെല്ലാം ഏറിയും കുറഞ്ഞൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. കണ്ടകശനി നടക്കുന്ന കാലത്തെ അനുഭവത്തിൽ വരുന്ന മാതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധയുണ്ടാവണം. സ്വന്തം ദേഹാരോഗ്യത്തിലും മാനസിക ആരോഗ്യത്തിലും കരുതൽ വേണ്ടതുണ്ട്. വാഹനങ്ങൾക്കും വീടും അറ്റകുറ്റപ്പണി വേണ്ടി വന്നേക്കാം. ബന്ധുക്കൾ പിണങ്ങാനിടയുണ്ട്. വസ്തുതർക്കങ്ങൾ, കോടതി വ്യവഹാരങ്ങളിലേക്ക് നീങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശുഷ്കാന്തി കുറയുന്നതായിരിക്കും. കുടുംബക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണം നീണ്ടുപോകുകയേക്കാം. ആരോഗ്യ ക്ലേശങ്ങൾ, വൈദ്യസഹായം നേടുന്നതിൽ തടസ്സങ്ങൾ വരാൻ പാടില്ല. 1. 2. കന്നിക്കൂറുകാർക്കാണ് പറയാനുള്ള അടുത്തത്. ഉത്രത്തിൻ്റെ 3/4 ഭാഗം 4 ഭാഗങ്ങളാണുള്ളത്. അതിൽ അവസാന 3/4 ഭാഗം 2, 3, 4 ഭാഗങ്ങളും അത്തവും ചിത്രയുടെ 1, 2 ഭാഗവും ചേരുന്നതാണ് കന്നിരാശിയിലുണ്ടാവുക അഥവാ കന്നിക്കൂറുണ്ടാവുക. 7-ാം ഭാവമായ മീനം രാശിയിൽ ശനി സഞ്ചരിക്കുകയാൽ കണ്ടകശനി കാലഘട്ടം തുടങ്ങുന്നു നിങ്ങൾക്ക്. 7-ാം ഇടം മുഖ്യമായും പ്രണയം, വിവാഹം, ദാമ്പത്യം, പങ്കുകച്ചവടം, വിദേശയാത്ര എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. കണ്ടകശനിയുടെ പ്രവർത്തനം മൂലം പ്രണയത്തിൽ വിഘ്നമോ പ്രണയ സാഫല്യത്തിന് തടസ്സമോ ഉണ്ടാകാം. ചെറുപ്പക്കാരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം നീണ്ടുപോയേക്കാം. 7-ൽ പാപഗ്രഹങ്ങൾ വിശേഷിച്ചും ശനിയും ചൊവ്വയും ഗോചരാൽ സഞ്ചരിക്കുന്ന കാലത്ത് വിവാഹം നടത്തിയിരുന്നില്ല. പഴയ കാലത്ത് ദാമ്പത്യം നയിക്കുന്നവർ തമ്മിൽ അനുരഞ്ജനം കുറയുവാനും കലഹബുദ്ധി വളരുവാനും ഇടയുണ്ട് എന്നുള്ളതും കൂടി പറയുന്നു. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ പങ്കാളികൾക്ക് പരസ്പരം വിശ്വാസം കുറയുന്നതാണ്. കച്ചവടത്തിൻ്റെ കണക്കുകൾ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ തുടരെ ഉദയം ചെയ്തേക്കാം എന്നുള്ളതും കൂടി പറയുന്നു. വിദേശത്തെ പഠനം അല്ലെങ്കിൽ തൊഴിൽ എന്നിവയ്ക്കുള്ള പരിശ്രമങ്ങൾക്ക് ഫലം കിട്ടാൻ പ്രതീക്ഷിച്ചതിലധികം കാലതാമസം വരുന്നതായിരിക്കും. അന്യദേശത്ത് കഴിയുന്നവർക്ക് തൊഴിലിൽ ഊഹക്കച്ചവടം അല്ലെങ്കിൽ മെച്ചമുണ്ടാവില്ല എന്ന് പറയുന്നു. ബിസിനസ്സിൽ ചതികൾ വഞ്ചനകളും ആ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ നിങ്ങൾ ലോട്ടറി അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ പെട്ടെന്ന് പണക്കാരനാവണം വിചാരിച്ച് ചെയ്യുന്നത് നിങ്ങളുടെ പണത്തെ നഷ്ടപ്പെടുത്തിയേക്കാം. കൂടുതൽ ശ്രദ്ധിക്കണം. അടുത്ത് പറയാനുള്ള മിഥുനക്കൂറുകാരെ കുറിച്ചാണ്. മകീരത്തിൻ്റെ അവസാന ഭാഗം 30 നാഴിക എന്ന് പറയും 3-4 പാദങ്ങളും തിരുവാതിരയും പുണർത്തത്തിൻ്റെ ആദ്യ 1, 2, 3 എന്നീ ഭാവങ്ങളിലുള്ളവർക്കും
ഇപ്പോൾ കണ്ടകശനി നടക്കാൻ പോകുന്നു. മിഥുനക്കൂറുകാർക്ക് ശനി 10ാം ഭാവമായ മീനം രാശിയിൽ സഞ്ചരിക്കുന്നു. 10ാം ഭാവം കർമ്മഭാവമാണ്. ഉപജീവനം സംബന്ധിച്ച ഗുണദോഷങ്ങൾക്ക് 10ാം ഭാവത്തിൻ്റെ ഫലാഫലങ്ങളെ ആശ്രയിച്ചാണ് ഉണ്ടാവുക. 10ാം ഇടത്തിൽ ശനി സഞ്ചരിക്കുകയാൽ തൊഴിൽ നേടുന്നവർക്ക് കുറച്ചധികം കാത്തിരിക്കേണ്ടതായി വരുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സമാധാനം കുറയും. അനുകൂല ദിക്കിലേക്ക് സ്ഥലം മാറ്റം ഉണ്ടാവണമെന്നില്ല. പ്രമോഷൻ, വേതന വർധനവ് എന്നിവയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. സംഘടനാ പ്രവർത്തനം മനഃശാന്തി നഷ്ടമാകാൻ കാരണമായേക്കാം. രാഷ്ട്രീയ വിരോധികൾ കരുത്തു നേടുന്ന ഒരു കാലഘട്ടമാണ്. രാഷ്ട്രീയ വിരോധികൾ പകപോക്കലിന് സാധ്യതകളുണ്ട്. ബിസിനസ്സുകാർക്ക് ലാഭം കുറയുന്നതാണ്. കൂട്ടുകച്ചവടം ചെയ്യുന്നവർക്കും ലാഭം നഷ്ടമായിരിക്കും. ലക്ഷ്യത്തിലെത്താൻ കൂടുതൽ ഊർജ്ജം ചെലവാക്കുക, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുക. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. നവസംരംഭങ്ങൾക്ക് ഉദ്ദേശിച്ച സുഖമതമായ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാകില്ല. ബാങ്ക് വായ്പകളുടെ തിരിച്ചടവും ക്ലേശകരമായിരിക്കും എന്നുള്ളതാണ് പറയുക. പൊതുവെ നമുക്ക് ഈ 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കർമ്മസ്ഥാനത്തിനൊക്കെ വിഘ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കർമ്മവിഘ്നങ്ങൾക്കും അതേപോലെ തന്നെ ധനനഷ്ടത്തിനും ദാമ്പത്യ പ്രശ്നങ്ങൾക്കൊക്കെ പ്രയാസങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ശനീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. കുലദൈവത്തിനെ നിത്യവും വന്ദിക്കുക. ദീപം കൊളുത്തി നാമജപങ്ങൾ ചെയ്യുക. ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി വെറ്റിലമാല, വടമാല ചാർത്തുക. അയ്യപ്പ ക്ഷേത്രത്തിൽ പോയിട്ട് നീലാഞ്ജനം, എള്ളുതിരി, നെയ്ദീപം, പുഷ്പാഞ്ജലി എന്നിവ ചെയ്യുന്നതും വളരെ ഗുണം ചെയ്യും. ഇതൊക്കെ ചെയ്താൽ നിങ്ങളുടെ കുലദൈവത്തെ മറക്കാൻ പാടില്ല. കുലദൈവ ക്ഷേത്രത്തിൽ മാസത്തോറും വഴിപാടുകൾ ചെയ്ത് നമ്മുടെ ക്ഷേത്ര ദർശനം നടത്തുക. അതേപോലെ തട്ടകത്തിലെ ദേവീദേവന്മാർക്ക് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. പാവപ്പെട്ടവരെ സഹായിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ദോഷങ്ങൾ കുറഞ്ഞ്, ദോഷകാഠിന്യങ്ങൾ കുറഞ്ഞ് കിട്ടും എന്ന് പറയാം.